ഇപ്പോഴും നമ്മൾക്ക് ചില സോഴ്സുകളിൽ നിന്ന് കിട്ടുന്ന കൃത്യമായ സൂചനകൾ എന്നതിനപ്പുറം ഒരു ഒഫീഷ്യൽ ഡിക്ലറേഷൻ, ഒഫീഷ്യൽ സ്ഥിരീകരണം ഈ പറയുന്ന ഒരു വിവരങ്ങൾക്കും ഇപ്പോഴുമില്ല. ഇന്നലെ മുതൽ തന്നെ അമിത്ഷാ ആവട്ടെ, പ്രതിരോധ മന്ത്രി ആവട്ടെ, ഡൽഹി പോലീസിന്റെ വിവിധ ഉദ്യോഗസ്ഥരാവട്ടെ, ആരും അതിനെപ്പറ്റി കാര്യമായി പറഞ്ഞിരുന്നില്ല. ഇന്നിപ്പോൾ ചില യോഗങ്ങൾക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്കിപ്പോഴും അതിന് കൃത്യമായ വിവരങ്ങളില്ല. അപ്പോഴും ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി പറയുന്നുണ്ട്, പ്രതിരോധ മന്ത്രി എന്ന് പറയുന്നുമുണ്ട്. എപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾക്കൊരു മറുപടി എന്ന നിലയ്ക്ക് ഒരു ഒഫീഷ്യൽ സ്ഥിരീകരണം ഉണ്ടാവുക? വിനീത. ഹാഷ്മി, അധികം വൈകാതെ തന്നെ അത്തരത്തിലേക്കുള്ളൊരു സ്ഥിരീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരുമൊക്കെയായി സംസാരിച്ചപ്പോൾ നിലവിൽ നിർണായകമായിട്ടുള്ള ഘട്ടങ്ങളിലൂടെയാണ് ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ നിലവിൽ പുറത്തു പറയാൻ കഴിയില്ലെന്നും ഒരു കൃത്യമായിട്ടുള്ള അന്വേഷണം പൂർത്തിയാകുന്നതിനനുസരിച്ച് കൃത്യമായിട്ടുള്ളൊരു അറിയിപ്പ് ഞങ്ങൾ നൽകുമെന്നും തന്നെയാണ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള മറുപടി ഈ പ്രതികൾക്ക് നൽകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതിരോധ മന്ത്രിയും പറഞ്ഞിരിക്കുകയാണ് എല്ലാ വശങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ അത്തരത്തിലേക്ക് തന്നെയാണ് അന്വേഷണം നീങ്ങുന്നത്. വൻ അന്വേഷണ സംഘത്തെയാണ് ഡൽഹി പോലീസ് നിയോഗിച്ചിരിക്കുന്നത്. ഡൽഹി പോലീസിന്റെ 500 അംഗ സംഘമാണ് ഈ സ്ഫോടനത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ഇത് കൂടാതെ ഇന്ന് ഉത്തർപ്രദേശിലും ലക്നൌവിലും ജമ്മു കാശ്മീരിലും ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ മേഖലകളിൽ വ്യാപകമായിട്ടുള്ള റെയ്ഡും പരിശോധനകളും ഒക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ ദിവസം ഒരു വനിതാ ഡോക്ടറെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ വലിയ തോതിൽ ഈ മാരക വസ്തുക്കൾ, നമ്മൾ സൂചിപ്പിച്ചതുപോലുള്ള സ്ഫോടക വസ്തുക്കളൊക്കെ കയ്യിൽ വെച്ചതും ഒപ്പം തന്നെ ഈ പിസ്റ്റലുകൾ ഇതൊക്കെ സൂക്ഷിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ വനിതാ ഡോക്ടറെ അടക്കം അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവർ ലക്നൌവിലെ ഡോക്ടർ എന്നാണ് അറിയാൻ കഴിഞ്ഞിരുന്നത്. ഈ വനിതാ ഡോക്ടറിന്റെ കാറിൽ നിന്നൊരു AK-47 കണ്ടെത്തിയതായും അന്വേഷണ സംഘം ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ വനിതാ ഡോക്ടറെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ലക്നൌവിലുള്ള ഇവരുടെ വീടും ഇവരുടെ വീടിന് സമീപമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുമാണ് ഇന്ന് പ്രധാനമായും റെയ്ഡ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ മേഖലകളിൽ ഇവർ എത്താറുണ്ടോ, ഒപ്പം തന്നെ ഇവരുടെ ഒരു പ്രവർത്തനം അവിടെ എങ്ങനെയായിരുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമീപമുള്ള വീടുകളിലേക്ക് എത്തി അന്വേഷണ സംഘം അന്വേഷിച്ചു എന്നാണ് അയൽവാസികൾ പറയുന്നത്. അവർ പറയുന്നുണ്ട് ഒരു ഡോക്ടർ അവിടെ താമസിച്ചിട്ടുണ്ട് എന്നൊരു വിവരമാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞതെന്നൊക്കെയാണ് അയൽവാസികളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ ഷഹീൻ എന്നാണ് ഡോക്ടർ ഷഹീൻ. ഇവർ ഈ ജെയ്ഷ മുഹമ്മദ്, ഭീകര സംഘടനയായ ജെയ്ഷ മുഹമ്മദിലേക്ക് ഈ വനിതകളെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്ന ഒരു ചുമതല ഇവർക്ക് ഉണ്ടായിരുന്നതായിട്ടുള്ള ചില വിവരങ്ങൾ കൂടി ലഭ്യമായിട്ടുണ്ട്. ഇത്തരത്തിൽ അന്വേഷണ സംഘം വിപുലമായിട്ടുള്ള ഏതാണ്ട് ഈ ഒരു സ്ഫോടനം ഉണ്ടായ 24 മണിക്കൂർ പിന്നിടാൻ പോവുകയാണ്. ഇതിനോടകം തന്നെ എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ട്, നേരത്തെ പ്രതിരോധ മന്ത്രിയൊക്കെ പറഞ്ഞതുപോലെ എല്ലാ കോണുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഘട്ടത്തിൽ അന്വേഷണം നടക്കുന്നത്. ഒപ്പം തന്നെ ഈ വൈറ്റ് കോളർ ഭീകര സംഘത്തിന്റെ ആസൂത്രകൻ മൗലവി ആണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. നേരത്തെ തന്നെ 4 ഡോക്ടർമാരടക്കം 7 പേരെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇയാൾ നേരത്തെ ഒരു ഫാർമസിസ്റ്റ് ആയിരുന്നുവെന്നും, അതായത് ശ്രീനഗർ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നുവെന്നും, ഈ ഭീകര സംഘടനയുമായി ഡോക്ടർമാരെ ഒക്കെ കണക്ട് ചെയ്തിരുന്നത് ഈ മൗലവിയാണ് എന്നുമൊക്കെയുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭ്യമായിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം നടന്ന ഈ ഫരീദാബാദിൽ വലിയ തോതിൽ ഈ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ സ്ഫോടനത്തിന് ഒരു കണക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കണക്കാക്കുന്നത്, വിലയിരുത്തുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇതിനോടകം തന്നെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണ സംഘത്തിന്റെ പരിശോധനകളൊക്കെ തന്നെ പുരോഗമിക്കുന്നത്. ഇപ്പോഴും ഈ സ്ഫോടനമുണ്ടായ മേഖലയിൽ ഇപ്പോഴും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ വലിയ തോതിൽ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ മേഖലകളിൽ ഇപ്പോഴും ഒരുക്കിയിരിക്കുകയാണ്. NIA സംഘമുണ്ട്. അവരിങ്ങനെ പഴുതടച്ചുകൊണ്ടുള്ള അന്വേഷണം എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് നടത്തുന്നത്. അതിനിടെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അൽഫല യൂണിവേഴ്സിറ്റിയിൽ അന്വേഷണ സംഘം അവിടെ എത്തുകയും 52 പേരെയാണ് അവിടെ എത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഡോക്ടർമാർ അവിടെ ജോലി ചെയ്തിരുന്നതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് 52 പേരെ അവിടെ എത്തി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെ അടക്കം ഈ അൽഫലയിൽ എത്തി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അന്വേഷണ സംഘം. അവിടെ 6 പേരെ കസ്റ്റഡിയിലെടുത്തതായും ഒരു വിവരം കൂടി ലഭ്യമായിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഇന്ന് ഫരീദാബാദിൽ നടത്തിയ പരിശോധനയിൽ 50 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കൂടി കണ്ടെത്തിയിട്ടുണ്ട്. തുടർന്ന് 2 പേരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ വളരെ സജീവമായ 500 അംഗ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് വളരെ വിശാലമായ, വളരെ വിശദമായ പരിശോധന ആണ് നടക്കുന്നത്. ഇപ്പോഴും അതിന്റെ സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നില്ല എന്നതിന് കാരണം ഇപ്പോഴാ വിവരങ്ങൾ പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് അന്വേഷണത്തെ ബാധിക്കും എന്നതുകൊണ്ടാവണം. ഒരുപക്ഷെ ഇന്ന് തന്നെ അതിന്റെ ഒരു ഒഫീഷ്യൽ സോഴ്സിൽ നിന്നും ആ വിവരങ്ങൾ പുറത്തേക്ക് വരും എന്ന് തന്നെ കരുതുകയും ചെയ്യാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.